ഹലോ, നമുക്ക് ഈസി ആയിട്ട് ഒരു കുക്കർ ബിരിയാണി സെറ്റാക്കിയാലോ. അപ്പോൾ സബോളയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനകത്തോട്ട് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു തക്കാളി ഫുൾ അരച്ചത്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റാക്കി എടുത്തത്. ഇനി നമുക്ക് സിമ്പിൾ പരിപാടിയാണ്. കുക്കർ അടുപ്പിൽ വെക്കാം. അതിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിനകത്തോട്ട് സ്പൈസസ് ഇടുക. ഈ സ്പൈസസിൻ്റെ പച്ചമണം മാറുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ സബോളയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ 5 സബോളയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 5 സബോള എന്ന് പറയുമ്പോൾ കുഞ്ഞ് സബോളയായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ 5 ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ സബോളയ്ക്കും പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അരിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പ് പുരട്ടിയതാണ്, അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം ഇതൊന്ന് വരണ്ട് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് ഇനി ഇതിനകത്തോട്ട് നമ്മളൊരു മീഡിയം തക്കാളിയാണ്, അത് നല്ല പേസ്റ്റാക്കി നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളകി കൊടുക്കാം. അണ്ട് ഈ തക്കാളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. സബോളൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നേരത്തെ പുരട്ടി വെച്ച് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അണ്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം. ഇവിടെ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിലാണ് വെള്ളം എടുക്കുന്നത്. ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചല്ല, ഒരു അത്യാവശ്യം ഒരു തിള വന്ന് തുടങ്ങട്ടെ. തിള വന്ന് അത്യാവശ്യം തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പിടുന്ന കാര്യം ഓർക്കണം. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. നമ്മളിപ്പോൾ ഒന്ന് ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോന്ന് ടേസ്റ്റ് ചെയ്യണം. ഉപ്പ് കുറച്ച് മുകളിൽ നിൽക്കണം കറിയുടെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അരി ഇടുമ്പോൾ അത് ബാലൻസ് ആയി പോയിക്കോളും, ഇല്ലെങ്കിൽ പിന്നെ തീരെ ഉപ്പില്ലാണ്ടായിപ്പോവും. എന്നിട്ട് ഇത് ഒരു അത്യാവശ്യം തിളയൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് ഒരേ ഒരു വിസിൽ, അതിക്കുള്ളിൽ പോകരുത്. നമ്മുടെ ആ ഒരു വിസിൽ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പം തന്നെ ഇതിൻ്റെ പ്രഷർ കളഞ്ഞെടുക്കണം. നമ്മൾ ആ പ്രഷർ ഫുള്ള് പോകാനും വെക്കരുത്. അരി നല്ല വെന്തുടഞ്ഞു പോകും. പിന്നെ എല്ലാ അരിയും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പിന്നെ നമ്മൾ അപ്പം തന്നെ ആ പ്രഷറൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. നമുക്ക് സാലഡും അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഓക്കെ, ബൈ.